നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമുക്കിത് ഫിക്സ് ചെയ്യാം. ദേവിക അടുത്തുണ്ടോ അച്ഛാ? അവളകത്തുണ്ട് മോളെ. അല്ല, ഗോപിക വിളിച്ചിട്ട് ഇന്നലെ മുതൽ കിട്ടുന്നില്ലല്ലോ. എന്തു പറ്റി? അവൾക്ക് സുഖമില്ലേ? അത് പിന്നെ അവളും ഇർഷിയും വിവാഹം കഴിഞ്ഞിട്ട് പുതുമോടിയിലല്ലേ, എവിടെയെങ്കിലും ഒക്കെ കറങ്ങാൻ പോയിട്ടുണ്ടാവും. അവള് വിളിച്ചോളും. അവള് വിളിക്കുവാണെങ്കിൽ അവളോടൊന്ന് വിളിക്കാൻ പറയണേ അച്ഛാ. പറയാം, നീ വെച്ചോ. ബാക്കിയൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വിശദമായിട്ട് സംസാരിക്കാം. ശരി അച്ഛാ, ഓക്കെ. എന്റെ ഗോപികമോളുടെ കല്യാണം കാണാനുള്ള യോഗം എനിക്കില്ലാണ്ടായി. പക്ഷെ ദേവികയുടെ കല്യാണത്തിന് ആ ക്ഷീണം ഒക്കെ ഞാൻ തീർക്കും. ദേവികയുടെ വിവാഹം ഗംഭീര ആഘോഷമായിട്ട് മാറ്റണം. എന്നാലും ഇത് വല്ലാത്ത സംഭവമായി പോയി. ഇന്ന് തന്നെ തിടുക്കപ്പെട്ട് ഈ പെണ്ണ് കാണൽ ചടങ്ങ് നടത്താൻ നിങ്ങൾക്ക് രണ്ടാൾക്കും തോന്നിയല്ലോ. നീ വീണ്ടും തുടങ്ങി. വേണ്ട, ഒന്നും മിണ്ടണ്ടെന്ന് കരുതി ഞാൻ നിന്നതാ. പക്ഷെ കഴിയുന്നില്ല എനിക്ക്. ഇന്ന് ഇവിടെ നടന്ന ചടങ്ങ് കണ്ടതു മുതൽ ഉള്ളു നീറാച്ച. ഇവിടെ ഒരുത്തി കല്യാണം മുടങ്ങി മനസ്സ് തകർന്നു നിൽക്കുക, വേറൊരുത്തി ചാകാറായി ആശുപത്രി കിടക്കുന്നു. ഈ അവസ്ഥയിൽ തന്നെ വേണോ അച്ഛാ വളയിടൽ ചടങ്ങൊക്കെ നടത്തി സന്തോഷിക്കാൻ? അവർ വന്ന് പെണ്ണിന് വളയിടുമെന്ന് ഞാൻ കരുതിയോ? എന്തായാലും വലിയ കഷ്ടമായി പോയച്ചാ. കുടുംബത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാത്ത പ്രവൃത്തിയായി പോയി ദേവികയുടേത്. എന്തോ മഹാപരാധം നടന്നവരാണല്ലോ നിന്റെ സംസാരം. സുലോചനെ അധികം സംസാരിക്കാൻ കണ്ണീരൊഴുക്കൊന്നും വേണ്ട. ദേവിയെ അധികം കുറ്റപ്പെടുത്തുകയും വേണ്ട. ഇന്ന് വരെ ദേവിയെ ഈ കുടുംബത്തെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഒരു നല്ല കാലം വന്നപ്പോ നീ അതിൽ കയറി ഇടംകൊരിടാൻ നോക്കുകയാണോ? നല്ല കാര്യം ഇവിടെ ദേവികയ്ക്ക് മാത്രം ഉണ്ടായാൽ മതിയോ? ഗോപികയ്ക്ക് ഒരു ജീവിതം ഉണ്ടായി, ഇപ്പൊ ദേവികയ്ക്ക് ഒരു ബന്ധം ഉറച്ചു. നടന്നോട്ടെ, എല്ലാം നടന്നോട്ടെ. പക്ഷെ അതിനിടയില് എന്റെ മോളെ കുറിച്ച് ആരും ഓർക്കാതെന്താ? അഞ്ജിതയുടെ കാര്യം ഇവിടെ ആരും മറന്നിട്ടൊന്നുമില്ല ആന്റി. അഞ്ജിതയുടെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്താം. അവൾക്ക് പറ്റിയൊരു പയ്യനെ ഞാൻ തന്നെ കണ്ടുപിടിക്കാം. ആനന്ദന്റെ അമ്മ എന്റെ കയ്യിൽ വളയിട്ടോന്ന് കരുതി ഉടനെയൊന്നും എന്റെ വിവാഹം നടക്കുന്നില്ലല്ലോ. ഗോപിയേക്ക് സുഖപ്പെടണം, അവൾ ആരോഗ്യത്തോടെ തിരിച്ചു വരണം. അതോടൊപ്പം തന്നെ അഞ്ജിതയുടെ വിവാഹം നടക്കണം. എന്ത് തന്നെ ആയാലും അഞ്ജിതയുടെ വിവാഹം നടത്തിയിട്ട് മാത്രമേ ഞാൻ എന്റെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കൂ. ആദ്യം അവൾക്ക് പറ്റിയൊരു പയ്യനെ കണ്ടുപിടിക്കട്ടെ. അഞ്ജിതയുടെ വിവാഹം കഴിഞ്ഞിട്ടേ നിന്റെ വിവാഹം നടക്കൂ. അതല്ലാതെ ആദ്യം നീ കെട്ടാൻ ഒരുങ്ങിയ നിന്റെ കല്യാണം ഞാൻ കലക്കും. പിന്നെ അവൾക്കുള്ള ചെക്കനെ നീ കണ്ടുപിടിക്കൊന്നും വേണ്ട, പയ്യനെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അതിന്റെ റിസൾട്ട് മാത്രം അറിഞ്ഞാ മതി. ആന്റി എന്താ ചിന്തിക്കുന്നേ? അല്ല, നിന്റെ വാക്ക് വെറും വാക്കാവാതിരുന്നാ കൊള്ളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.